സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ 1 കൊല്ലവർഷം 1200 ചിങ്ങം 16 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്ക് തൊഴിലിടം സുരക്ഷിതമാക്കാൻ ഷീ ബോക്സ് പോർട്ടലുമായി കേന്ദ്രം. പൂവാർ എൻ്റെ സരസ്വതി ഹോസ്പിറ്റലിന്റെ 1ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം പ്രകാശിപ്പിച്ചു. ഗായിക AP കോമളയുടെ അന്ത്യയാത്ര സംഗീത ലോകം അറിയാതെ. സ്ത്രീധനം സ്ത്രീയുടേത്, ഭർത്താവിനോ പിതാവിനോ അവകാശമില്ല. സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്ക് തൊഴിലിടം സുരക്ഷിതമാക്കാൻ ഷീ ബോക്സ് പോർട്ടലുമായി കേന്ദ്രം. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായ ഷീ ബോക്സ് പോർട്ടലുമായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം. പോർട്ടൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്വകാര്യ മേഖലകൾ ഇതിന്റെ പരിധിയിൽ വരും. വ്യക്തിപരമായ വിവരങ്ങൾ സുരക്ഷിതമായി രജിസ്റ്റർ ചെയ്യാനാകും. രാജ്യവ്യാപകമായി രൂപവത്കരിച്ച ഇന്റേണൽ കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും ബന്ധപ്പെട്ട വിവരങ്ങളുടെ കേന്ദ്രീകൃത ശേഖരമായി ഷീ ബോക്സ് പ്രവർത്തിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പൂവാർ എൻ്റെ സരസ്വതി ഹോസ്പിറ്റലിന്റെ 1ാം വാർഷികം സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ SK അജയകുമാർ അധ്യക്ഷസ്ഥാനം വഹിച്ച പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം പൂവാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോറൻസ് നിർവഹിച്ചു. പൂവാർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുജിത് മുഖ്യ അതിഥിയായി. ഡോക്ടർ സലീം, ഡോക്ടർ ജയകുമാർ, ഡോക്ടർ സജികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലഹരി വിരുദ്ധ ഷോർട്ട് ഫിലിം പ്രകാശിപ്പിച്ചു. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ലഹരിക്കെതിരെയുള്ള ഷോർട്ട് ഫിലിം കനൽ പ്രകാശിപ്പിച്ചു. ആദ്യ പ്രദർശനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SK ബെൻഡാർവിൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും വനിതാ ക്ഷേമ വികസന ഓഫീസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഗായിക AP കോമളയുടെ അന്ത്യയാത്ര സംഗീത ലോകം അറിയാതെ. ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഗായിക AP കോമളയുടെ അന്ത്യയാത്ര സംഗീത ലോകം പോലും അറിഞ്ഞില്ലെന്നത് ഹൃദയഭേദകമായി. മറവി രോഗത്താൽ ഓർമ്മകൾ നശിച്ചു തുടങ്ങിയ കോമളയുടെ ജന്മദിനം ഈ കഴിഞ്ഞ ആഗസ്റ്റ് 28-നായിരുന്നു. നാടക ഗാനങ്ങളിലൂടെ സിനിമാ പിന്നണി ഗാനരംഗത്തെത്തിയ അവർ 2 ദശകത്തോളം തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. 1973-ലാണ് അവസാനം പാടിയത്. ആകാശവാണിയിലെ ജോലി തിരക്കുകൾ കാരണം പാട്ടിൽ നിന്ന് മാറി നിന്ന അവർ 89-ാം വയസ്സിലാണ് അന്തരിച്ചത്. സ്ത്രീധനം സ്ത്രീയുടേത്, ഭർത്താവിനോ പിതാവിനോ അവകാശമില്ല. സുപ്രീം കോടതി. വിവാഹ സമയത്ത് സ്ത്രീകൾക്ക് സമ്മാനമായി നൽകുന്ന സ്ത്രീധനത്തിന്റെ ഉടമ സ്ത്രീ മാത്രമാണെന്നും അതിൽ ഭർത്താവിനോ പിതാവിനോ അവകാശമുന്നയിക്കാനാവില്ലെന്നും സുപ്രീം കോടതി. വിവാഹമോചനം നേടിയ സ്ത്രീയുടെ പിതാവിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 1882-ലെ പവർ ഓഫ് അറ്റോർണിയുടെ നിയമത്തിൽ വിവാഹിതയായ സ്ത്രീയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത് കോടതി ചൂണ്ടിക്കാട്ടി. കൗതുക വാർത്തകൾ. റിലയൻസ് ഡിസ്നി ഒന്നാകുന്നു. ഹോട്ട്സ്റ്റാറും ജിയോ TVയും ഇനി ഒരു കുടക്കീഴിൽ. ഇന്ത്യൻ വിനോദ വ്യവസായ രംഗത്ത് ഏറ്റവും വലിയ വിഹിതമുള്ള പുതിയ സംരംഭത്തിൽ BCCIയുടെ ക്രിക്കറ്റ് മത്സരങ്ങളുടെ സംപ്രേഷണ അവകാശത്തിനൊപ്പം 120 ചാനലുകളും 2 പ്രധാന സ്ട്രീമിംഗ് സേവനങ്ങളുമാണ് ഉള്ളത്. നെറ്റ്ഫ്ലിക്സ്, സോണി, ആമസോൺ എന്നിവയ്ക്ക് ഈ ലയനം കടുത്ത മത്സരം സൃഷ്ടിക്കും. 70,350 കോടി രൂപയുടെ ലയന ഇടപാടിൽ പിറക്കുന്നത് മാധ്യമ പവർ ഹൗസ്. കായികം. ഇതാണെൻ്റെ സമയം. വനിതാ ക്രിക്കറ്റ് താരം സജന സജീവൻ കോവിഡ് സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കിട്ടാതെ വന്നപ്പോൾ വിഷമമുണ്ടായെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ വർഷം ബംഗ്ലാദേശിനെതിരെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ലോകകപ്പിലേക്ക് തന്നെ ക്ഷണം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ത്യയുടെ വിജയമാണ് ലക്ഷ്യം. അതിനായി തൻ്റെ കഴിവ് പരമാവധി വിനിയോഗിക്കും, ഓൾറൗണ്ടറായ സജന പറഞ്ഞു. ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ SK അജയകുമാർ. ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അമിതവണ്ണം അഥവാ ഒബീസിറ്റിയുടെ പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമിതവണ്ണം എന്നത് ശരീരഭാരം
കൂടുന്ന അവസ്ഥയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോർബിഡ് ഒബീസിറ്റി എന്ന ഗുരുതരമായ അമിതവണ്ണം ഒരു രോഗമാണ്. വെറുതെ ശരീരഭാരം കൂടുന്നത് മാത്രമല്ല. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തിക്ക് പൊക്കവും ശരീരഭാരവും അനുസരിച്ച് ബോഡി മാസ് ഇൻഡെക്സ് എന്ന ഒരു റേഷ്യോ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം നോർമലാണോ, കൂടുതലാണോ, അതീവ ഗുരുതരമായി കൂടുതലാണോ എന്നൊക്കെ അറിയുന്നത്. BMI കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വെയ്റ്റിനെ പൊക്കം മീറ്ററിലാക്കി അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഭാഗിച്ചിട്ടാണ്. അതായത് 100 കിലോ വെയ്റ്റുള്ള ഒരു വ്യക്തി പൊക്കം 1.5 അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ, 1.5 മീറ്റർ ആണെങ്കിൽ 100 ഭാഗം 1.5 ഗുണം 1.5. അപ്പോൾ 18 മുതൽ 25 വരെ ഒരു നോർമൽ BMI എന്ന് കണക്കാക്കപ്പെടുന്നു. 25-ന് മുകളിലാണെങ്കിൽ അത് അമിതവണ്ണം എന്ന് പറയുന്നു, അതായത് ഓവർ വെയ്റ്റ്. അത് 30-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒബീസിറ്റി എന്ന നിലയിലേക്ക് പോകുന്നു. അത് 40, 50 അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് 50 BMI ഉള്ള ഒരാളിനെ മോർബിഡ് ഒബീസിറ്റി അഥവാ ഗുരുതരമായ അല്ലെങ്കിൽ രോഗാതുരതയുള്ള അമിതവണ്ണം എന്ന് പറയുന്നു. അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ലഘുവായി ഞാൻ പറയാം. അമിതവണ്ണം പ്രമേഹത്തിലോട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതിലോട്ടൊക്കെ നയിക്കും. പിന്നെ മുട്ടിലെ തേയ്മാനമുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, വളരെ ഗുരുതരമായ OSA അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ തുടങ്ങിയ പ്രശ്നങ്ങൾ അമിതവണ്ണക്കാർക്കുണ്ടാകും. അതിലേറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് അമിതവണ്ണക്കാരുടെ ഈ ജീവിതശൈലി രോഗങ്ങളും ഗുരുതരമായ കോംപ്ലിക്കേഷനുകളും വളരെ വളരെ അധികം കൂടുതലാണ് എന്നുള്ളതാണ്. അമിതവണ്ണം ചികിത്സിക്കുവാൻ മരുന്നുകൾ, എക്സർസൈസ്, ആഹാര നിയന്ത്രണം തുടങ്ങിയവ തുടക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ മോർബിഡ് ഒബീസിറ്റി അഥവാ ഗുരുതരമായ അമിതവണ്ണം ആയിക്കഴിഞ്ഞാൽ മരുന്നുകൾ, ഓപ്പറേഷൻസ് തുടങ്ങിയവ വേണ്ടിവരും. അമിതവണ്ണത്തിൻ്റെ ഓപ്പറേഷനെ ബാരിയാട്രിക് സർജറി എന്ന് പറയുന്നു. പ്രമേഹമുള്ള അമിതവണ്ണ രോഗികൾക്ക് ബാരിയാട്രിക് സർജറി ചെയ്താൽ പ്രമേഹം 100% അപ്രത്യക്ഷമാവുകയും ഇൻസുലിനോ ഗുളികയോ എടുക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സൂക്ഷിക്കുക. അമിതവണ്ണം എന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന അവസ്ഥ മാത്രമല്ല, അതൊരു രോഗമാണ്. അത് ശരീരത്തിലെ എല്ലാ അവയവ വ്യവസ്ഥകളെയും ബാധിക്കുന്നു, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. തുടക്കത്തിൽ തന്നെ അമിതവണ്ണം തിരിച്ചറിഞ്ഞ് നമ്മൾ ചികിത്സ കൃത്യമായി ചെയ്താൽ ഇതിൽ നിന്നെല്ലാം മുക്തരാവാം. ബാരിയാട്രിക് സർജറിയെക്കുറിച്ച് കൂടുതൽ വിശദമായി അടുത്ത ലക്കത്തിൽ സംസാരിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ 10 മുതൽ 12 വരെ. ഗ്യാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് K. നായർ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. യൂറോളജി ഡോക്ടർ അരവിന്ദ് S. ഗണപത് വൈകിട്ട് 5 മുതൽ 6:30 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് 3 മുതൽ 4:30 വരെ. കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻറ്റ്സിനും വിളിക്കൂ 9495472598 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം, നമ്മളെല്ലാവരും വയറ് വേദനയുടെ കാരണമായി പറയുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ലഘുവായ ചോദ്യമാണ് ഇത്തവണ. കാൽക്കുലസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏതിനെ പ്രതിനിധാനം ചെയ്യാൻ ആണ് കാൽക്കുലസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നത് വരെ നന്ദി, നമസ്കാരം.
സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ.